ഹായ്, ഞാനും അപ്പുക്കുട്ടനും കൂടെ ഞങ്ങളുടെ ചെറുവള്ളിയിലത്തെ പറമ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അപ്പു ഓടിക്കളിച്ച് നടന്ന പറമ്പെല്ലാം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ്. അതൊക്കെ എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഒരു പറമ്പിൻ്റെ ഒരു ഭാഗമാണേ. അത് നമ്മുടെ പോസ്റ്റ്. ഇവിടെ 2 കറുകാപ്പട്ട നിൽപ്പുണ്ട്. ഇത് ഈ മരം രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്ന കറുകാപ്പട്ടകളാണ്. കണ്ടോ, ഇത്ര വലുതായിട്ടുണ്ടെന്ന് നോക്കി. ഞങ്ങളിവിടെ വാങ്ങിക്കുമ്പോൾ തൊട്ട് ഇവിടെ ഉള്ളതാണ്. പിന്നെ അതേ ഒരു പുതുതായിട്ടൊരു തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നാൾ മുമ്പൊരു വെള്ള ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. അതിപ്പോൾ പോയി മുഴുവനും. ഇനി അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇതേ തൈകളൊക്കെ നിൽപ്പുണ്ട്. വെള്ള ശംഖുപുഷ്പത്തിൻ്റെ തൈകളായതേ. പിന്നെ ഒരു കാട്ടുചുണ്ടുണ്ട്. പിന്നെ ഇതും ഒരു ആയുർവേദത്തിലുള്ള ഒരു പച്ചമരുന്ന് തന്നെയാണ് ഇത്. ഈ ചെടിയുടെ പേര് ശരിക്കും എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇത് കണ്ടോ, ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ചൊറിയണം, ദേഹത്ത് തൊട്ടാൽ ചൊറിയുന്ന ആൾ. പിന്നെ ഇത് നമുക്കെല്ലാം അറിയാം. ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നൊരു ചെടിയാണിത്. ഷുഗറുകാരൊക്കെ കഴിക്കുന്ന. ഇതിൻ്റെ അകത്തെ ഈ കുരു കഴിച്ചാൽ ഷുഗർ കൺട്രോൾ ആകാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പൊട്ടിക്കണ്ടല്ലോ. പിന്നെ ഇത് നിറച്ച് തുളസിയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് തുളസിയുണ്ട്. എപ്പോഴും എല്ലാ സീസണിലും തുളസി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ധാരാളമായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ധാരാളം തുളസിയുണ്ട്. ഇവിടെയൊക്കെ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ കുറ്റി കണ്ടോ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ വെട്ടിക്കളഞ്ഞ നിരന്ന് നിന്ന ഒരു 3 പ്ലാവാണിത്. ധാരാളം ചക്ക ഉണ്ടാകുന്ന പ്ലാവുകളായിരുന്നു. നല്ല തണലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ കാന്താരിയുണ്ട്. ഇത് കണ്ടോ, നിറച്ച് പഴുത്ത മുളകൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകും. നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ കുട്ടനിലെത്തുമ്പോൾ നേരത്തെ ഇതെല്ലാം ബുക്ക് ചെയ്തേക്കുവാണ്. നമുക്ക് പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കറ്റാർവാഴ. ഈ കറ്റാർവാഴയ്ക്കൊരു ചെറിയ കഥയുണ്ട്. ഞാൻ മൈക്ക സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു ചെറിയ കൊച്ച്, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് കൊണ്ടുവന്ന ഒരു കുഞ്ഞ് തണ്ടാണ്. ഇതൊരു ചെറിയൊരു തണ്ട്. ഇത് വലുതായി 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ കൊണ്ടുപോയി, അല്ലേ മോനും? നമ്മൾ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഞങ്ങളത് കളഞ്ഞു. പിന്നെ അത് 2ാമത്തെ തണ്ടാണ്. ആരും നോക്കാനൊന്നുമില്ല, എന്നാലും ധാരാളം നല്ല ഇതായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വന്നപ്പോൾ. ഇപ്പം ചെറിയ ക്ഷീണമാണ് ആൾക്ക്. ഇനി ഇത് ഞങ്ങളുടെ ഒരു മാവാണ്. മതി ബാ, ഇറങ്ങിക്കോ, വീഴും. പോരിങ്ങട്ടെ. ചെറിയ തൈയായിരുന്നു. അതിപ്പോൾ അവന് ചാടി കയറി മണ്ടേ വരെ ചെല്ലാനും മാത്രം ഒരു ചെറിയ മരമായി വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു എരിക്കാണ്. ഇതൊരു ചെറിയ അവശേഷിപ്പ് മാത്രമാണ്. കാരണം ഇത് വലിയൊരു എരിക്കായിരുന്നു. അത്യാവശ്യം വലിയൊരു എരിക്കുമരമായിരുന്നു. എൻ്റെ നാത്തൂൻ ഇവിടെ കൊണ്ടുവന്ന്, എൻ്റെ അനിയൻ്റെ വൈഫ് കൊണ്ടുവന്ന് നട്ടതാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ നിറച്ച് വളവും ചാരവും ഒക്കെ ഇട്ട് കൊടുത്ത് ഈ പ്രദേശം മുഴുവൻ വലിയൊരു മരമായി വന്നു. അത് കഴിഞ്ഞ് ഇവിടെ മുഴുവൻ എരിക്കും കാടാകുന്ന ഒരവസ്ഥ വന്നപ്പോഴേക്കും ഞങ്ങളത് വെട്ടിക്കളഞ്ഞു. പപ്പായോ ആരോ അത് വെട്ടിക്കളഞ്ഞു. ഇതൊരു കുഞ്ഞ് മാവും തയ്യ്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പറമ്പ്. ഇതൊരു ചെറിയ പ്ലാവും തൈ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അങ്ങോട്ടാണ് അപ്പോൾ ഓടിപ്പോകുന്നത്. കണ്ടോ, കണിക്കൊന്ന. അപ്പോൾ ഓടിപ്പോയി പിടിച്ചത് കണ്ടോ, ആ മരമാണ് ഞങ്ങളുടെ കണിക്കൊന്ന. ഈ കണിക്കൊന്ന ഞങ്ങൾ ഈ കഴിഞ്ഞ വിഷുവിനും കൂടി കൊന്നപ്പൂ പറിച്ചെടുക്കുകയും അതിൻ്റെ എല്ലാം പിക്ചേഴ്സ് മിക്കവാറും എല്ലാ വർഷവും ഞാൻ FB തന്നെ പോസ്റ്റ് ചെയ്യാറുള്ളതാണ്. നിറച്ച് പൂവായിട്ട് നിൽക്കും. ഇങ്ങനെ മോള് വരെയുണ്ട്. നിറച്ച് പൂവായിട്ട് താഴെ ഇങ്ങനെ കൊലയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ ഇങ്ങനെ ഒരു കണിക്കൊന്നയുള്ള കാര്യം. അതുകൊണ്ട് ഈ അടുത്തു നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് ഞങ്ങളുടെ കണിക്കൊന്നയിൽ നിന്ന് പൂ പറിച്ചുകൊണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് നിൽക്കുന്നത് ഒരു മുട്ടപ്പഴം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ മരമാണ്. നട്ടിട്ട് വർഷങ്ങളായതാണ്. ഇതുവരെ ഒരു കാ പോലും അവിടുന്ന് കിട്ടിയിട്ടില്ല. അതും ഞാനിത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊല്ലമുള എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് ഞാൻ അവിടെ ഒരു കുട്ടികളെങ്ങാണ്ടോ കൊണ്ടുവന്ന ഏതോ ഒരു ദിവസം ഈ തൈയൊക്കെ നടുന്ന ഒരു ദിവസം ഏതോ ഒരു കുട്ടി കൊണ്ട് തന്നതാണ്. അത് കൊണ്ടുവന്ന് നട്ടിട്ടിപ്പം വർഷങ്ങൾ 10
20ഓളം വർഷം ആയിട്ടുണ്ട്. ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പുവാണ് അതിൻ്റെ മണ്ടേ കയറി കേട്ടോ. ഓക്കെ, ഇറങ്ങി വാ. മതി പതിയെ ഇറങ്ങിക്കോ, പതുക്കെ. കണിക്കൊന്നയുടെ വിത്ത് കണ്ടോ? മുരിങ്ങാക്കോല് പോലെ നീണ്ട് താഴോട്ട് കിടക്കുന്നത്. ഇവിടെ മൊത്തം കാട് കയറി കിടക്കും. അതുണ്ടോ? ഒരിടത്തും ഇല്ലാത്ത കൂടെ കൂട്ടുകാടാണ്. ഇവിടെ കണ്ടതേ ആദ്യമേ അപ്പോൾ പറയുകയാണ് ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. മുഴുവൻ കാട് കയറി ഒറ്റ മഴ കഴിയുമ്പോഴേക്കും ഇരട്ടി കാടും പടലുമായിട്ട് വരും.